നമസ്കാരം. UN ലോക കോടതിയുടെ ഉത്തരവ് ലംഘിച്ച് റഫേൽ ഇസ്രായേൽ സൈന്യം നടത്തുന്ന കൂട്ടക്കൊലയ്ക്കെതിരെ രാജ്യാന്തര പ്രതിഷേധം തുടരവേ ഇസ്രായേലിൽ നേരത്തെ തിരഞ്ഞെടുപ്പിനുള്ള നീക്കം തുടങ്ങി. പാർലമെന്റ് പിരിച്ചുവിടാനുള്ള വോട്ടെടുപ്പിനായി തന്റെ കക്ഷി ശുപാർശ ചെയ്തതായി ഇസ്രായേൽ വാർ ക്യാബിനറ്റ് അംഗം ബെന്നി ഗാൻസ് അറിയിച്ചു. ഗാസ വിഷയത്തിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള ഭിന്നതയെ തുടർന്നാണ് നീക്കം. പാർലമെന്റ് പിരിച്ചുവിടാൻ ആവശ്യമായ പിന്തുണ ഗാൻസിന് ലഭിക്കുമോ എന്ന് വ്യക്തമല്ല. യുദ്ധം തുടങ്ങിയപ്പോൾ ദേശീയ സർക്കാർ രൂപീകരിച്ചപ്പോഴാണ് പ്രതിപക്ഷ നേതാവായ ഗാൻസ് നെതന്യാഹുവിന്റെ കൂട്ടുകക്ഷി സർക്കാരിൽ ചേർന്നത്. അതേസമയം റഫേൽ കനത്ത ബോംബാക്രമണവും തെരുവ് യുദ്ധവും തുടരുകയാണ്. റഫേൽ 37 പേരടക്കം 24 മണിക്കൂറിൽ 53 പലസ്തീൻകാർ കൊല്ലപ്പെട്ടെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. പടിഞ്ഞാറൻ റഫേൽ തലാസ് സുൽത്താൻ ക്യാമ്പിൽ പരിക്കേറ്റവരെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ പലസ്തീൻ ക്രസന്റ് സൊസൈറ്റിയിലെ 2 അംഗങ്ങൾ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. മെയ് 6-ന് റഫേൽ ആരംഭിച്ച സൈനിക നടപടിയിൽ സായുധരായ 300 പലസ്തീൻകാരെ വധിച്ചെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു. 8-ാം മാസത്തിലെത്തിയ ഗാസ യുദ്ധത്തിൽ ഇതുവരെ 36,224 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. 81,777 പേർക്ക് പരിക്കേറ്റു. കടൽ മാർഗം ജീവകാരുണ്യ സഹായം എത്തിക്കാൻ ഗാസ തീരത്ത് US സേന പണികഴിപ്പിച്ച താൽക്കാലിക ജെട്ടി തകർന്നു. അതേസമയം ഗാസയിലെ ഇസ്രായേൽ ആക്രമണം അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ലെന്നും നീതി എന്നേക്കുമായി നിഷേധിക്കാനാവില്ലെന്നും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് പറഞ്ഞു. ഗാസ വിഷയം ചർച്ച ചെയ്യാൻ രാജ്യാന്തര സമാധാന സമ്മേളനം വിളിക്കണം. ലോക സമാധാനവും സുസ്ഥിരതയും നിലനിർത്താൻ ചൈന അറബ് രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കും. സൗദി അറേബ്യയും ഇറാനും തമ്മിൽ അനുരഞ്ജന കരാർ ഉണ്ടാക്കാൻ സഹായിച്ചത് ചൈനീസ് പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടി. ചൈനയിൽ ചൈന അറബ് സ്റ്റേറ്റ്സ് സഹകരണ ഫോറത്തിന്റെ മന്ത്രിതല യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. അതേസമയം രാജ്യാന്തര കോടതിയുടെ ഉത്തരവും ലോകമെമ്പാടും ഉയർന്ന പ്രതിഷേധവും കണക്കിലെടുക്കാതെ തെക്കൻ ഗാസയിലെ റഫേൽ ഇസ്രായേൽ ആക്രമണം അതിരൂക്ഷമായി തുടരുകയാണ്. റഫ നഗരഹൃദയത്തിലേക്ക് ഇസ്രായേൽ ടാങ്കുകൾ ഇരച്ചു കയറുകയാണ്. പടിഞ്ഞാറൻ റഫേലെ ടെൽ എൽ സുൽത്താൻ, യിബ്ന എന്നിവിടങ്ങളിലും മധ്യ റഫേലെ ഷബൂറയിലും സൈന്യമെത്തി. വടക്കൻ ഗാസയിലെ ഗാസ സിറ്റിയിൽ ഇസ്രായേൽ ടാങ്കുകൾ ഷെല്ലാക്രമണം ശക്തമാക്കി. അഭയാർത്ഥി ക്യാമ്പുകളുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ ജബാലിയയിൽ കൂടുതൽ ഇടങ്ങളിലേക്ക് സൈന്യം നീങ്ങുകയാണ്. ഗാസയിലെ പോരാട്ടം ഈ വർഷം മുഴുവൻ തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സാഖി ഹനജ്ബി പറഞ്ഞു. ഹമാസുമായി വെടിനിർത്തലിന് തയ്യാറല്ല എന്ന സൂചന ആവർത്തിച്ചാണ് ഇസ്രായേൽ പ്രഖ്യാപനം. അതിർത്തിയോട് ചേർന്ന് ബഫർ സോൺ സൃഷ്ടിക്കാനായി ഇസ്രായേൽ നടത്തിയ കടന്നുകയറ്റത്തിലൂടെ ഗാസ മുനമ്പിന് അതിന്റെ ആകെ സ്ഥലത്തിന്റെ 32% നഷ്ടമായതായി ഉപഗ്രഹ ചിത്രങ്ങൾ അപഗ്രഥിച്ച് അൽ ജസീറ ചാനൽ റിപ്പോർട്ട് ചെയ്തു. ആകെ വിസ്തീർണത്തിന്റെ 120 ചതുരശ്ര കിലോമീറ്റർ കയ്യേറ്റം ചെയ്യപ്പെട്ട് ഗാസ ചെറുതായി. പലസ്തീന് സ്വതന്ത്ര രാഷ്ട്ര പദവി നൽകിയതിനു പിന്നാലെ പ്രധാനമന്ത്രി മുഹമ്മദ് മുസ്തഫയും സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ, ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ അൽത്താനി എന്നിവരും സ്പെയിനിലെത്തി. തുർക്കിയുടെയും ജോർദാന്റെയും വിദേശകാര്യമന്ത്രിമാരും സംഘത്തിലുണ്ട്. സ്പെയിൻ, അയർലൻഡ്, നോർവേ എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾ ചൊവ്വാഴ്ചയാണ് പലസ്തീന് രാഷ്ട്രപദവി ഔദ്യോഗികമായി അംഗീകരിച്ചത്. യൂറോപ്യൻ യൂണിയനിലെ കൂടുതൽ രാജ്യങ്ങൾ പലസ്തീനെ അംഗീകരിക്കാൻ മുന്നോട്ട് വരുന്നുണ്ട്.